ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഭൂതത്താൻകെട്ടിലാണുള്ളത്. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലാണ് ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിന് കുറുകെയുള്ള നദീതട ജലസേചന പദ്ധതിയായിട്ട് ആണ് ഈ ഭൂതത്താൻകെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു മനസ്സിന് സന്തോഷം തരികയും നമുക്കിവിടെ ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാനും ഒക്കെ പറ്റുന്നൊരു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത്. കണ്ടോ, ഈ അണക്കെട്ടിനകത്ത് വെള്ളം പുറത്തേക്ക് പോകുന്ന കാണാനായിട്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. കുട്ടികൾ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓടി നടന്ന് അതിനെക്കുറിച്ച് രണ്ടുപേരും ചർച്ചകളാണ് കേട്ടോ. ഇപ്പോൾ ക്ലാസ്സിലാത്തതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ. രണ്ടുപേരും അപ്പുറമൊക്കെ പോയി കണ്ടോ. അണക്കെട്ടിലെ വെള്ളം കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം മലകളും പച്ചപ്പെല്ലാം കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാനാണ്. ആ വെള്ളത്തിലേക്കൊക്കെ എന്ത് രസമാണ്. മക്കൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇവിടെ. കണ്ടോ, അത് പുതിയ പാലമാണ് കേട്ടോ. അപ്പുറത്ത് നിങ്ങൾ കണ്ടത് പുതിയ പാലമായിരുന്നു. ഇപ്പോഴും ഇനിയിപ്പോൾ ഊഞ്ഞാലാട്ടമാണ്. കുട്ടികൾക്ക് ശരിക്കും എൻ്റർടൈൻ ചെയ്യാൻ പാകത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഫ്രീ ടൈമിലൊക്കെ എല്ലാവരും വരണം ഊഞ്ഞാലാടാനും. കണ്ട് ഇത് കണ്ടു എത്ര നേരം നോക്കി നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഊഞ്ഞാലാടാൻ കൊതിയായിരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ കഴിയട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അഞ്ചോളാം ഐറ്റംസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനിതിനൊന്നും കയറാനൊന്നും പോയില്ല. കണ്ടിട്ട് കൊതിയായെങ്കിലും അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ കളിക്കാനുള്ള ഊഞ്ഞാലുകളിലൊന്നും കയറിയിരിക്കരുത്, മുതിർന്നവരിരിക്കരുതെന്ന്. അതുകൊണ്ട് മാത്രം മാറിയിരുന്ന് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മുടെ ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന് ഒരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. അത് പണ്ട് കാരണവന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനതൊക്കെ ഒന്ന് ഓർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണ്ടോ, എന്ത് കുസൃതിയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. അയ്യോ ദൈവമേ, അതിൻ്റെ കൈ ചേട്ടൻ എന്തായാലും സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇനി പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ പോകാനായിട്ട് ഇവർ യാതൊരു തീരുമാനവും ഇവരുടെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ഇവരെന്ത് ചെയ്താലും ഇറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ വെയിൽ കാണുന്നുണ്ടെങ്കിലും അവിടെ മഴക്കാറുണ്ട് നന്നായിട്ട്, നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ നോക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അതുവരെ ബായ് ബായ്. ഇറങ്ങടാ സായിക്കുട്ടാ, പോകാം. ബാ കിച്ചു.